പുതിയ സംവിധായകനായ സർഫറാസ് അയ്യൂബ് സംവിധാനം ചെയ്ത ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ഹോളിവുഡ് ലൈക്ക് ഓഫ് മേക്കിംഗ്, ഹോളിവുഡ് സിനിമകൾ നിർമ്മിച്ചിരിക്കുന്ന രീതിയിൽ, ചിത്രീകരിച്ചിരിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. ഇതൊരു ഇമോഷണൽ സൈക്കോളജിക്കൽ ത്രില്ലർ എന്നാണ് പറയുന്നത്. മനുഷ്യ മനസ്സുകളുടെ വ്യത്യസ്തമായ ചിന്തകള് 3 കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. അതും ത്രില്ലർ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 3 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ലാൽ ജോസിനെ പോലുള്ള ഒരു സീനിൽ വന്നു പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. എങ്കിലും ഇവര് 3 പേരും അവരുടെ റോളുകൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടുന്നത് നായക കഥാപാത്രമായ ആസിഫ് അലി, രഘു എന്ന് പറയുന്ന ഗേറ്റ് കീപ്പറിന്റെ കഥാപാത്രമാണ് ആസിഫ് അലി ചെയ്തിരിക്കുന്നത്. ആസിഫ് അലിയുടെ കഥാപാത്രം കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായിട്ട് ഇതിനെ പറയാൻ പറ്റും. ആസിഫ് ഓരോ സിനിമ കഴിയുന്തോറും അഭിനയത്തിന്റെ കാര്യത്തിൽ ആസിഫിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല എന്ന് ഓരോ സിനിമ കഴിയുമ്പോൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ആകെ ആസിഫിന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്, ആസിഫ് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് കുഴപ്പം വരുന്നുണ്ട്. ഇതുപോലുള്ള കഥകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും മലയാള സിനിമയിൽ തന്റേതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ ആസിഫിന് കഴിയും എന്ന് ഉറപ്പാണ്. രഘു എന്ന കഥാപാത്രത്തിന്റെ വിവിധ മാനരസങ്ങൾ, അതും പല രീതിയിലാണ് ഇതിന്റെ മാനരസങ്ങൾ വരുന്നത്. നിരാശനായി ഏകാന്തനായിട്ട് നിൽക്കുന്ന ആസിഫിന്റെ കഥാപാത്രം, അതുപോലെ തന്നെ താൻ എന്ത് ഏകാന്തതയിലേക്ക് പോയി, എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോയി, അമ്മയോടുള്ള സ്നേഹമൊക്കെ കൃത്യമായിട്ട് ആസിഫ് അലിയുടെ വിവരണത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആസിഫ് ആ കഥാപാത്രമായി ജീവിച്ചിരിക്കുകയായിരുന്നു. മേക്കപ്പ് പോലും ആ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കഥാപാത്രം അമലാപോൾ. അമലാപോളിന്റെ കഥാപാത്രം, ഇത്രയും സുന്ദരിയായിട്ടുള്ള മലയാള സിനിമയിൽ ഈ ഒരു കഥാപാത്രം ചെയ്യും ഈ സൗന്ദര്യം ആവശ്യമുള്ള ഒരു നടി അമലാപോൾ അല്ലാതെ വേറെ ആരുമില്ല. അമലാപോൾ ആ സൗന്ദര്യവും അഭിനയവും രണ്ടും കൊണ്ട് നമ്മളെ ആ സിനിമയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. നമുക്ക് അമലാപോളിന്റെ രംഗങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല. ആ രീതിയിലാണ് അമലാപോളിന്റെ കഥാപാത്ര രൂപീകരണം ചെയ്തിരിക്കുന്നത്. 3ാമത്തെ കഥാപാത്രമായ ഷറഫുദ്ദീൻ ആണ് പറയുന്നത്. ഷറഫുദ്ദീൻ ആസ് യൂഷ്വൽ പുള്ളിയുടെ സ്ഥിരം ശൈലിയിൽ തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ആ മാനറിസങ്ങളെല്ലാം കൊണ്ടുവന്നിരുന്നു. സിൻജോ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ഷറഫുദ്ദീൻ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ, മനുഷ്യ മനസ്സുകൾ, നമുക്കൊരു സൈക്കോളജി പറയാനുണ്ട്. ഓരോ മനുഷ്യരുടെ ഇതിൽ അവരുടെ ജീവിതത്തിലെ 10% മാത്രമേ മറ്റൊരാളോട് അവർ തുറന്നു പറയാറുള്ളൂ. ബാക്കി 90% അവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. അത് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ബാക്കി 90% എന്താണ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ മനസ്സിലുള്ള, നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് മറ്റൊരാൾക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുമ്പോഴും നമുക്കത് മനസ്സിലാകും. ഇവരെല്ലാം നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയാണ്, ഓരോ കാര്യങ്ങളും അഭിനയിക്കുകയാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിന്റെ കഥ പോയിരിക്കുന്നത്. നമ്മുടെ റാഷമോണിന്റെ ആ ഒരു എഫക്റ്റ് കഥ പറയുമ്പോൾ, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ കഥ പോകുമ്പോൾ അവരവരുടെ പെർസ്പെക്റ്റീവാണ് നമുക്ക് ഇതിന്റെ അത് കാണിക്കുന്നത്. ഇതിന്റെ കഥ നടക്കുന്നത് ട്യൂണീഷ്യയിലാണ് ഇതിന്റെ ഷൂട്ടിംഗ് നടന്നത്. അപ്പൊ തന്നെ കഥാ പശ്ചാത്തലവുമായിട്ട് നമുക്ക് പെട്ടെന്ന് കേരളത്തിലാണോ അല്ലേ എന്നുള്ള സംശയമൊക്കെ തോന്നാം. അപ്പൊ ഇങ്ങനെ ഒരു സിനിമയിൽ അതിന്റെ ഒന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ജയദേവ് ചെക്കയിടത്താണ് ഇതിന്റെ അകത്തെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ സൗണ്ട് ഡിസൈൻ എന്നുള്ള കൃത്യസമയത്ത് തന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈൻ വരുന്നുണ്ട്. ഏതൊക്കെ സ്ഥലത്ത് എങ്ങനെയൊക്കെ സൗണ്ട് കൊടുക്കണം, നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ കറക്റ്റ് അതേ ലെവലിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ശബ്ദമാണ് ഈ സിനിമയിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം. പിന്നെ അപ്പു പ്രഭാകരന്റെ ക്യാമറയെ എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. ആ ലെവൽ ക്രോസിന്റെ അടുത്തുള്ള സ്ഥലങ്ങളും ആ സ്ഥലങ്ങൾക്ക് ഉണ്ടാകുന്ന ദൃശ്യചാരുത കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ വന്യതയും കൃത്യമായി അവതരിപ്പിക്കാൻ ക്യാമറാമാന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം ക്യാമറാമാന് ഒരു കയ്യടി കൊടുക്കണം. പിന്നെ വിശാൽ ചന്ദ്രശേഖരന്റെ സംഗീതം, ഒരു ഗാനമുണ്ട്. ആ ഗാനം വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എങ്കിലും അത് ഓക്കെ ആയിരുന്നു. ദീപു ജോസഫിന്റെ എഡിറ്റിങ്ങും വളരെ മനോഹരമായ രീതിയിൽ തന്നെ എഡിറ്റിങ് നിർവഹിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് സൈലന്റ് ആയിട്ടൊക്കെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ ഇമോഷണൽ ത്രില്ലർ ആയിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നുന്നത്. സംവിധായകന് കൃത്യമായിട്ട് പണി അറിയാം എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരു പ്രത്യേകമായ ലോകത്തേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം, അത് ആസ്വദിക്കണം. അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള എലമെന്റുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയണം.
തിയേറ്ററിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ചാനലിലൂടെ അറിയിക്കണം.